കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. 145 കോടിയിലധികം ജനസാന്ദ്രതയുള്ള ഇന്ത്യയുടെ ആത്മമണ്ഡലത്തിൽ ഇന്നലത്തെ ദിവസം മുഴങ്ങിക്കേട്ട ദൈവ വചനമാണിത്. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ആ വചനം പറയാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം. വചനം ഇങ്ങനെയാണ്: കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഞാൻ നിങ്ങളുടെ സ്വന്തം ജോൺ ബോസ്കോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരും വലിയ ദൈവസാന്നിധ്യത്തിനകത്താണ്. കർത്താവിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, ആദ്യം പറഞ്ഞ വചനത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നമുക്ക് പോകാം. ഇന്നലത്തെ ദിവസം നവി മുംബൈയിൽ ഒരു സംഭവം നടന്നു. നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിരിക്കും. വാർത്ത വായിച്ചവർക്ക്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പത്രം വായിക്കുന്നവർക്ക് ശ്രദ്ധിച്ചൊരു കാര്യമായിരിക്കാം. ഇന്നലെ നവി മുംബൈയിൽ ഒരു ക്രിക്കറ്റ് കളി നടന്നിരുന്നു. ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം വനിതകളുടേത് നടന്നു. ഇന്നലെ അതിൻ്റെ സെമി ഫൈനലായിരുന്നു. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. സെമി ഫൈനൽ മത്സരത്തിൽ ഓസ്ട്രേലിയ എന്ന ക്രിക്കറ്റ് രാജ്യത്തെക്കുറിച്ച് നമുക്ക് നന്നായിട്ടറിയാം. മൈറ്റി ഓസ്ട്രേലിയ എന്നാണ് ക്രിക്കറ്റ് ഭൂപടത്തിൽ ഓസ്ട്രേലിയയെ എപ്പോഴും രേഖപ്പെടുത്തുന്നത്. കിരീടം വയ്ക്കാത്തതല്ല, കിരീടം വെച്ച രാജാക്കന്മാരായിട്ട്. അങ്ങനെ ഉള്ള ഓസ്ട്രേലിയയെ ഇന്നലെ ഇന്ത്യ ചേസ് ചെയ്ത് നോക്കൗട്ടിൽ തോൽപ്പിച്ചു. മംഗലാപുരത്തുകാരിയായ ഒരു 25 വയസ്സുകാരി പെൺകൊച്ച്, അവളുടെ പേര് ഇതാണ്, ജമീമ റോഡ്രിഗസ്. അവൾ ഇന്നലെ ഇന്ത്യയെ വനിതാ ലോകകപ്പ് ഫൈനലിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു. അവൾ ഇന്നലെ ആ മത്സരശേഷം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? അവൾ ക്രീസിൽ വന്ന ആദ്യ സമയങ്ങളിൽ അവളോട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് തന്നെ ആത്മവിശ്വാസം അവൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവസാന സമയങ്ങളിലേക്ക് പോകുമ്പോൾ അവൾ വളരെ ക്ഷീണിതയായിരുന്നു. സെഞ്ചുറി എടുത്തതിന് ശേഷവും അവൾ വളരെ ടയേർഡാണ്. ക്രീസിൽ നിൽക്കുമ്പോൾ അവളുടെ കളിക്കുന്ന സമയങ്ങളിലൊക്കെ അവൾ വളരെ ക്ഷീണിതയായിരുന്നു. ആദ്യ സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ്. ആദ്യ സമയങ്ങളിൽ അവളെ തന്നെ എൻകറേജ് ചെയ്തുകൊണ്ടിരുന്ന അവൾ തന്നോട് തന്നെ യു ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ അതെല്ലാം പറഞ്ഞ് അവളെ തന്നെ എൻകറേജ് ചെയ്തവൾ അവസാന സമയങ്ങളിലേക്ക് അവളുടെ ശരീരം ക്ഷീണിതാവസ്ഥയിലേക്ക് പോയപ്പോൾ അവൾ തന്നോട് തന്നെ സംസാരിക്കായിരുന്നില്ല. അവൾ പിന്നെ സംസാരിക്കാൻ തുടങ്ങിയ വചനമാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അവളുടെ ശരീരത്തിൻ്റെ ക്ഷീണത്തെ ഈ വചനം മാത്രം ഉരുവിട്ട് പറഞ്ഞ് അവൾ ആ ക്ഷീണത്തെ മറികടക്കുകയും ഒരു വലിയ റൺ ചേസിങ് നടത്തി ഇന്ത്യയെ ലോകകപ്പ് ഫൈനലിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു. വനിതാ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ റൺ വേട്ടയാണ് ഇന്നലെ നടന്നത്. ഏറ്റവും വലിയ ചേസിങ് ആണ് നടന്നത്. ഒരു വലിയ പല ലോക റെക്കോർഡുകളും കടപുഴക്കിയവൾ മത്സരശേഷം. പക്ഷേ അവൾ പറഞ്ഞ കാര്യം ഇതാണ്: എന്നെ വിജയിപ്പിച്ച, എന്നെ ശക്തിപ്പെടുത്തിയ കർത്താവായ യേശു ക്രിസ്തുവിന് മഹത്വം. അവൾ ആദ്യം പറഞ്ഞത് അതാണ്. അതിനുശേഷമാണ് അവൾ മാതാപിതാക്കൾക്കും രാജ്യത്തിനുമൊക്കെ വിജയം സമർപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ ശക്തി ചോർന്നു പോകുന്നിടത്ത്, നമ്മുടെ സാധ്യതകൾ തീരുന്നിടത്ത്, നമ്മുടെ കപ്പാസിറ്റിക്ക് കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്ന സമയത്ത് അവിടെ രക്ഷകനായി ഒരുവൻ അവതരിക്കും. അവൻ്റെ പേരാണ് കർത്താവായ യേശു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപയുടെ പ്രത്യേകതയും ഇതാണ്. ഇത്രേ ഉള്ളൂ. നമുക്ക് കഴിയില്ലെന്ന് തോന്നുമ്പോൾ, ഇത് നമ്മുടെ കഴിവിനപ്പുറമാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെ കൃപ വെളിപ്പെടുവാൻ തുടങ്ങി. ഇന്നലെ ജമീമ റോഡ്രിഗസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും ഇത് മാത്രമായിരുന്നു. അവളുടെ ശക്തിക്ക് അപ്പുറമായി അവളുടെ ശരീരം ക്ഷീണിച്ചു തുടങ്ങിയപ്പോൾ, അവൾ തളർന്നു തുടങ്ങിയപ്പോൾ, അവൾ ദൈവ വചനത്തെ മാത്രം ഉരുവിട്ടുകൊണ്ട് അവൾ ആ ഒരു മത്സരത്തെ ജയിച്ചു എന്നതിനേക്കാളുപരി അവളുടെ സാക്ഷ്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, 145 കോടിയിലധികം ജനസാന്ദ്രതയുള്ള ഇന്ത്യയുടെ ആത്മമണ്ഡലം ഇന്നലത്തെ ദിവസം ഈ ഒരു വചനത്താൽ മുഴങ്ങി എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, അവളുടെ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിന് രാജ്യത്തെ ഒന്ന് ചെറുതാണ് ഒരു അല്പം നേരത്തേക്കെങ്കിലും ദൈവ വചനത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാൻ പറ്റും. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്തും നമുക്ക് ഇതുപോലുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിനെ സാക്ഷ്യപ്പെടുത്താനായി, കർത്താവിൻ്റെ നാമത്തെ ഉയർത്താനായി അവസരങ്ങൾ ലഭിക്കും. ചെറുതായിരിക്കാം, വലുതായിരിക്കാം. ജമീമ റോഡ്രിഗസ് ഒരു ക്രിക്കറ്റർ ആയതുകൊണ്ട് അത് വലിയ രീതിയിൽ പ്രഘോഷിക്കപ്പെടും. പക്ഷേ എല്ലാവരും പോപ്പുലർ ആകണമെന്നില്ല. പക്ഷേ നമ്മളായിരിക്കുന്ന ആ ഒരു സർക്കിളിനകത്ത് നമ്മൾ പോപ്പുലറാണ്. ചിലപ്പോൾ നമ്മളായിരിക്കുന്ന സമൂഹമായിരിക്കാം, നമ്മുടെ ജോലി മേഖലയായിരിക്കാം, നമ്മുടെ കുടുംബമായിരിക്കാം, നമ്മുടെ ഭവനമായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഇടവകയായിരിക്കാം, നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മയായിരിക്കാം, നമ്മൾ പോകുന്ന ഇടങ്ങളായിരിക്കാം. അവിടെയെല്ലാം നമ്മൾ അറിയുന്ന ഒരു സൗഹൃദ വലയമുണ്ടാകും, അതല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒരു കൂട്ടമുണ്ടാകും. അവരുടെ മുൻപിൽ
അവരുടെ മുമ്പിൽ ഇതുപോലുള്ള ചെറിയ ഒരു സാക്ഷ്യം കൊടുത്താൽ പോലും പ്രിയപ്പെട്ടവരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവത്തിൻ്റെ കൃപയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ പറ്റും. ആ ദൈവകൃപയെ നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ ടെസ്റ്റിമണികളാക്കി നമുക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന, ദൈവത്തെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യങ്ങളെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ അറിയിക്കുകയും അതിലൂടെ കർത്താവിൻ്റെ സുവിശേഷ വരെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുകയും. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ വാക്കുകൾക്ക് ആത്മമണ്ഡലത്തെ ഇളക്കാൻ പറ്റും. ഇന്നലെ ആ 25 വയസ്സുകാരുടെ ജീവിതത്തിൽ നടന്നതും അവളുടെ അധരത്തിലൂടെ സംഭവിച്ചതും അതുമാത്രമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ ഹൈന്ദവ രാജ്യമാണ്. നമുക്കറിയാം, എത്ര സെക്യുലർ രാജ്യമെന്ന് പറഞ്ഞാലും ഇന്ത്യയിലെ മെജോറിറ്റി എന്ന് പറയുന്നത് ഹൈന്ദവരാണ്, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇന്ത്യ ഒരു ഹൈന്ദവ രാജ്യമാണ്. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ആ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിനകത്ത് ഇന്നലെ ഒരൊറ്റ ദിവസം ഒരു 25 വയസ്സുകാരുടെ സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിനകത്തേക്ക് ഒരു അമ്പ് തുളച്ച് കയറുന്ന പോലെ വചനത്തെ അവൾ കയറ്റി വിട്ടുന്നത്. നമുക്കും പറ്റുമെന്നേ ഈ സാധനം, നമ്മളെ കൊണ്ടും പറ്റും. നമ്മുടെ വാക്കുകൾ ആത്മമണ്ഡലത്തിനകത്ത് പ്രവർത്തിക്കാൻ കെൽപ്പുള്ളതാണ്. ആ ബോധത്തിൽ നമുക്കായിരിക്കാം. നമ്മുടെ ഓരോ ജീവിതവും, നമ്മുടെ ജീവിതത്തിലെ ഓരോ സമയവും പ്രിയപ്പെട്ടവരെ സാക്ഷ്യത്തിനുള്ള അവസരമാണ്. ഈ ബോധത്തിൽ നമുക്ക് ജീവിക്കാം. കർത്താവിൻ്റെ കാരണം നിങ്ങളോട് കൂടിയിരിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ